ഈ പുനർജനി കേസിലെ വിജിലൻസ് LDF-ന്റെ കാർഡ് വിജിലൻസ് അന്വേഷിച്ചല്ലേ ഈ റിപ്പോർട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ LDF-ന്റെ കാർഡ് FCR വയലേഷൻ അടക്കമുള്ള കാര്യങ്ങളെ പറ്റി ഗൗരവതരമായ ഒരു അന്വേഷണത്തിൽ പോകായിരുന്നുണ്ടോ? അല്ല, അവരന്ന് തന്നെ വിജിലൻസിന്റെ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് ഇത് കൊടുത്തിട്ടുണ്ട്. ഇത് അന്വേഷണം നടത്തേണ്ടതാണ്. കാരണം സെൻട്രൽ ഏജൻസിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമേ ഇത് പൂർത്തിയാക്കാൻ സാധിക്കുള്ളൂ എന്നുള്ള റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാണ്. തിടുക്കത്തിലാണ് ഇപ്പോൾ ഈ രീതിയിലുള്ള തീരുമാനം വന്നിട്ടുള്ളത്. അന്ന് ഗവൺമെന്റിന്റെ മേലെ വേറെ തീരുമാനം എടുത്തിരുന്നില്ല. അല്ലല്ല, അതിലെന്താ കാര്യം എന്ന് വെച്ചാൽ ഇതെല്ലാവർക്കും പകൽ പഠിച്ച പോലെ മനസ്സിലാവുമല്ലോ. അവിടെ പോയിട്ട് ഫണ്ട് പിരിക്കാൻ ആഹ്വാനം ചെയ്തതാണ്. അതിന്റെ ഭാഗം പണം കിട്ടിയതുമാണ്, കിട്ടിയിട്ടുണ്ട് എന്ന് സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും കാര്യം സമ്മതിച്ചു കഴിഞ്ഞാൽ ആ കാര്യം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി സ്വാഭാവികമായിട്ടും കേരള ഏജൻസി മാത്രം മതിയാവില്ല എന്നുള്ളതാണ് അന്ന് ഗവൺമെന്റിന് കൊടുത്ത കാര്യം. അത്രയേ ഉള്ളൂ ഇതിന്റെ അകത്ത്. ഡൽഹി സംഭവത്തിലെ അവിടുത്തെ വിദ്യാർത്ഥികളുടെ സമരമായിട്ട് ബന്ധപ്പെട്ട് ഐക്യദാർഢ്യം കേരളത്തിലെ വിദ്യാർത്ഥികൾക്കെതിരെ കേസ് 5000-ഓളം പേർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്. ആ കേസ് മറ്റു പല സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രി അത് പിൻവലിക്കാൻ തയ്യാറാണെന്ന് പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കേരളത്തിൽ ഇപ്പോഴും അത് പറയുന്നില്ല. ഇന്നലെ മുഖ്യമന്ത്രിയോട് ചോദിച്ചപ്പോഴും പ്രതിപക്ഷ നേതാവ് കൊടുത്ത കത്ത് ആഭ്യന്തര വകുപ്പിൽ കൈമാറിയെന്ന് പറയുന്നത്. ഇതിപ്പോ ആഭ്യന്തരമന്ത്രി പറയുന്നത് അത് DGPക്ക് കൈമാറിയെന്നാണ്. യാതൊരു അതിനുവേണ്ടിയുള്ള ഒരു നടപടിയും ആ കാര്യത്തിൽ സ്വീകരിച്ചില്ല. ഇതിനെങ്ങനെയാണ് കാണുന്നത്? അല്ല, ഒരു കാര്യം വളരെ വ്യക്തമാണല്ലോ. ഇന്ത്യയിൽ നടന്ന വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനം നടത്തിയ സമരം ഇന്ത്യയിലാകെ നടത്തിയാണത്. അത് യഥാർത്ഥത്തിൽ ഡൽഹി കേന്ദ്രത്തിലാണ് ആരംഭിച്ചതെങ്കിലും അതിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യയുടെ വിവിധ മേഖലയിൽ നടന്നു. അങ്ങനെയാണല്ലോ AK-47 ഉൾപ്പെടെ ബീഹാറിൽ ഉപയോഗിക്കുന്ന നിലയിലേക്ക് എത്തിയത്, പെല്ലറ്റ് ഗണ്ണ് ഉപയോഗിക്കുന്ന നിലയിലേക്ക് എത്തിയത്. അതൊക്കെ വന്നെയാണ്. അപ്പോൾ അത് സംബന്ധിച്ച് രാജ്യം വ്യാപകമായ രീതിയിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്തി. കേന്ദ്ര ഗവൺമെന്റ് തന്നെ നിക്കക്കള്ളിയില്ലാതെ കേസ് പിൻവലിക്കുമെന്ന് പരസ്യമായിട്ട് പറഞ്ഞു. എന്നിട്ടും കേരളത്തിലെ ആയിരക്കണക്കിന് ആളുകൾക്ക് നേരെ എടുത്ത കേസ് പിൻവലിച്ചില്ല എന്ന് മാത്രമല്ല, കണ്ണൂരിൽ ഒരു SFI പ്രവർത്തകൻ കൽത്തുറുങ്കിൽ കിടക്കുന്ന അവസ്ഥ തന്നെ വന്നു ആ കേസിന്റെ ഭാഗമായിട്ട്. ഇപ്പോഴും പിൻവലിക്കാൻ തയ്യാറില്ല. അത് BJPയുമായിട്ട് ഡീലിന്റെ ഭാഗം തന്നെയാണ്. ഇതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ കാര്യം വഖഫ് ബോർഡിന്റെ എല്ലാം കാര്യം പറഞ്ഞതുപോലെ തന്നെ. അപ്പോൾ അത് തെറ്റായ നിലപാടാണ്. അതിന് എതിരായിട്ട് ശക്തിയായിട്ടുള്ള സമരത്തിലേക്ക് ഇനിയും പോകേണ്ടി വരും. സമരം അടിച്ചമർത്താൻ വേണ്ടി കേസ് കൊണ്ടൊന്നും കേരളത്തെ പോലുള്ള സംസ്ഥാനത്ത് ഒരു ശക്തിക്കും സാധിക്കില്ല എന്നെല്ലാവർക്കും അറിയുന്നതാണല്ലോ. ഇപ്പോൾ ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയത് AKG ഭവനിലേക്കാണ്. അതിശക്തിയായിട്ടുള്ള പ്രതിഷേധം വന്നപ്പോൾ അവിടുന്ന് നിങ്ങളുടെ ഐഡന്റിറ്റിയും ഇല്ല, പോലീസിന്റെ വേഷവും ഇല്ല, അതുപോലെ തന്നെ ഈ പേരും ഇല്ല എന്നെല്ലാം പറഞ്ഞപ്പോൾ ബ്രിട്ടാസുകൾ ശക്തിയെ ഇടപെട്ടപ്പോഴും നാണം കെട്ട് ഇറങ്ങിപ്പോകുന്ന നിലയാണ് കണ്ടത്. പിന്നെ ഇപ്പോഴും കോടതിയിൽ പോയിട്ട് അതിന് സ്റ്റേയും കിട്ടി. ഇനിയിപ്പോൾ കോടതിയിൽ ഹാജരായിട്ട് ജാമ്യം എടുക്കുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷേ അതിശക്തിയായിട്ട് ഐഷി ഘോഷിനെ പോലുള്ളവർക്കെതിരായിട്ട് നിലപാട് സ്വീകരിക്കുകയാണ്. റദ്ദാക്കി, അത് കോടതി തന്നെ റദ്ദാക്കി. വാറണ്ട് ഇനി പൂർണ്ണമായിട്ടും അവസാനിപ്പിച്ചു. ഇനിയിപ്പോൾ കോടതിയിൽ ഹാജരായിട്ട് ഒരു പണ്ടത്തെ ഉള്ള ഒരു കേസാണ്. ബംഗാൾ ഭവനിലേക്ക് മാർച്ച് ചെയ്ത ഒരു സമരത്തിന്റെ കേസിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴും പിടിക്കാൻ പോകുന്നത്. CPIM-ന്റെ സെൻട്രൽ കമ്മിറ്റി ഓഫീസിലേക്ക് അരച്ചു കയറുകയാണ് പോലീസ്. പക്ഷെ അവിടെ MP-മാർ, അതായത് ബ്രിട്ടാസ് ഉൾപ്പെടെ ഉള്ളതുകൊണ്ട് അവർക്ക് പിടിച്ചു കൊണ്ടുപോകാൻ പറ്റിയില്ല. അല്ലെങ്കിൽ പിടിച്ചു കൊണ്ടുപോയാൽ എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്തും ചെയ്യുന്നതാണല്ലോ നില. അപ്പോൾ ആ രീതിയിലുള്ള തെറ്റായ നിലപാടാണ് അവിടെ നടക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ചേർന്ന് നിന്നുകൊണ്ടാണ് BJPക്ക് അനുകൂലമായിട്ട് VD സതീശനും നിലപാട് സ്വീകരിക്കുന്നത്. ഇങ്ങനെ ഓരോന്നോരോന്ന് തട്ടിക്കളിക്കുകയാണ്. ആ കേസ് പിൻവലിക്കാൻ തയ്യാറില്ല. രാജ്യം മുഴുവൻ പിൻവലിച്ചിട്ടും BJPക്കാരുടെ ഗവൺമെന്റ് പോലും കേസ് പിൻവലിച്ചിട്ടും കേരളത്തിലെ VD സതീശന്റെ ഗവൺമെന്റ് പിൻവലിക്കാൻ തയ്യാറില്ല. ഇതാണ് സ്ഥിതി. അറിയില്ല. രമേശ് ചെന്നിത്തലയോട് ചോദിച്ചാലേ മനസ്സിലാവുള്ളൂ. എന്ത് സഹായമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കിങ്ങനെ പറയാൻ പറ്റുക? യഥാർത്ഥത്തിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഇത്ര തിടുക്കത്തിൽ ഇന്നലെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ അവരുടെ തന്നെ ഒരു വലിയ പദ്ധതി, ഒരു പ്രൊജക്റ്റ്, വിജിലൻസ് വിസിൽ, സിനിമാ നടന്മാരെല്ലാം കൊണ്ടുവന്ന് പരിപാടി പ്ലാൻ ചെയ്തു. എന്നിട്ട് ഇന്ന് ഒരു കേസ് അതും വിജിലൻസ് കേസ് തേച്ചുമാച്ച് കളയേണ്ടുന്ന ഒരു തരത്തിലേക്കുള്ള പരസ്യ പ്രഖ്യാപനം അത് പ്രസിദ്ധീകരിച്ചിട്ടുമില്ല. സാധാരണ എന്താ ഉണ്ടാവുക? ഒരു വിജിലൻസ് അന്വേഷണം പൂർത്തിയായി, അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചു, ആ റിപ്പോർട്ടിനെ പറ്റിയെല്ലാമുള്ള വാർത്തകളൊക്കെ വന്നു. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രി അതിങ്ങനെ അവസാനിപ്പിക്കുന്നു എന്ന് പറയുക. ഇത് ആർക്കും പുറത്ത് കിട്ടുന്നതിന് ഒരു പത്രക്കാർക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലുമോ ആ വാർത്ത കിട്ടുന്നതിന് മുമ്പ് ആഭ്യന്തര വകുപ്പ് തന്നെ പറയാണ് അത് അവസാനിപ്പിച്ചിരിക്കുന്നു, അതിൽ വേറെ കുറ്റമില്ല. ഈ കുറ്റമല്ല, എല്ലാം മുഴുവൻ ജനങ്ങൾക്ക് മനസ്സിലായതാണ്. രാജ്യത്ത് തൊഴിലാളികളെ ഏറ്റവും കൂടുതൽ ബാധിച്ചു
റിപ്പോർട്ടിനെതിരെ INDC അടക്കം പ്രത്യക്ഷ സമരം നടത്തി. പാർലമെന്റ് അടക്കം കോൺഗ്രസ് അതിനെ എതിർത്തതാണ്. പക്ഷെ ഇപ്പൊ ഇന്നലെ മന്ത്രിസഭ തീരുമാനിച്ചത് അത് മുഖ്യമന്ത്രി അടക്കം പറയുന്നത് അതിന് നടപ്പാക്കാതിരിക്കാൻ എങ്ങനെ പറ്റും എന്നാണ് ട്രേഡ് യൂണിയനുകളുടെ അവരുടെ യോഗം പിടിക്കുന്നുണ്ട്. കേരളത്തിൽ നടപ്പാക്കാൻ പോകുന്നതാണ് അതിന്റെ സൂചന നൽകുന്നത്. ഇതേക്കുറിച്ച് എന്താണ്? നടപ്പാക്കാൻ തീരുമാനിച്ചാലും നടപ്പാക്കാൻ പറ്റില്ല കേരളത്തിലൊന്നും. കേരളത്തിലെ തൊഴിലാളി വർഗം ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ പിന്നെ ഏത് ഗവൺമെന്റ് ആയിട്ട് എന്താ കാര്യം? അത് ഗവൺമെന്റ് നോക്കി മാത്രമൊന്നുമല്ല, ഒരു തരത്തിലും ആ ലേബർ കോഡ് നടപ്പിലാക്കാൻ അനുവദിക്കാതെ നിലപാട് സ്വീകരിച്ചുകൊണ്ട് തൊഴിലാളി വർഗ പ്രസ്ഥാനവും അതിൻ്റെ ഒപ്പം ചേരുന്ന ജനാധിപത്യ ശക്തികളും ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ടേക്ക് പോകുന്നതാണ് നമ്മുടെ രാജ്യത്തിൻ്റെയും കേരളത്തിൻ്റെയും അനുഭവം. കേരളം വളരെ ശക്തമത്തായി തൊഴിലാളി വർഗത്തിന് നല്ല സ്വാധീന ശേഷിയുള്ള സംഘടിത പ്രസ്ഥാനത്തിൻ്റെ ഒരു കേന്ദ്രം കൂടിയാണ്. അതുകൊണ്ട് അതൊന്നും അനുവദിക്കാൻ സാധിക്കുന്നതല്ല. അത് അതിശക്തിയായിട്ട് അതിനെ പ്രതിരോധിച്ചുകൊണ്ട് മുമ്പോട്ടേക്ക് പോകുക തന്നെ ചെയ്യും. പക്ഷേ BJPയുടെ ഡീൽ അതേപോലെ നടപ്പിലാക്കുന്ന സമീപനമാണ് യഥാർത്ഥത്തിൽ VD സതീശൻ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും അതിശക്തിയായിട്ട് ഈ കോഡിനെതിരായിട്ടാണ്, INDC ഉൾപ്പെടെ, രാഹുൽ ഗാന്ധി ഉൾപ്പെടെ എല്ലാവരും അതിനെതിരായിട്ടാണ് പറയുന്നത്. പക്ഷെ ഇവിടെ അതിനനുകൂലമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കാര്യവും അങ്ങനെയാണ്. അദാനി പ്രശ്നം വന്നപ്പോൾ അതിന്റെ കാര്യത്തിൽ ഉൾപ്പെടെ ഞാൻ അതിന്റെ പല പ്രാവശ്യം പറഞ്ഞതാണ്, അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. ലേബർ ആക്ട് നിലവിൽ കേരളത്തിലില്ല. അത് തൊഴിലാളികളെ കൂടെ ബാധിക്കണം. ഏത് തരത്തിൽ അതിനെ പരിഷ്കരിക്കണമെന്നാണ് അത്തരവരുടെ അഭിപ്രായം? അതായത് ഇപ്പോൾ സംഘടിതമായിട്ട് നേടിയ അതിശക്തിയായ പോരാട്ടത്തിലൂടെ കേരളത്തിലെ ലേബർ ആക്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, തൊഴിലാളി വർഗത്തിന് അനുകൂലമായ ഒരു ദിശ എല്ലാ തലങ്ങളിലും കേരളത്തിലുണ്ട്. ആര് വിചാരിച്ചാലും അത് ഒഴിവാക്കാൻ 57 മുതൽ തുടങ്ങിയതാണ്. പോലീസ് തന്നെ ഇടപെടുന്നതിനെ സംബന്ധിച്ചിടത്തോളം അന്ന് പറഞ്ഞു, നിങ്ങളുടെ പണി പോലീസ് തൊഴിലാളികളെയും കർഷക തൊഴിലാളികളുടെയും കേസിലും സമരങ്ങളിൽ ഇടപെടലല്ല, ക്രമസമാധാന പ്രശ്നത്തിൽ മാത്രം ഊന്നി നിന്നാൽ മതി, മറ്റു കാര്യം നയപരമായി ഞങ്ങൾ തീരുമാനിക്കുന്നു 57 VMSന്റെ ഗവൺമെന്റ് പറഞ്ഞാണ്. അന്ന് മുതലാണ് കേരളത്തിൽ ഈ പോലീസുകാർക്കും അതുപോലെ തന്നെ ഈ സായുധ വിഭാഗത്തിനും പാവപ്പെട്ട ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരന്തം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ സമരങ്ങളിൽ ഇടപെടാൻ സൗകര്യം കിട്ടാതിരുന്നത്. പിന്നെയാണ് ജനങ്ങൾ അത് ശക്തിയായിട്ട് മുമ്പോട്ടേക്ക് വന്നത്. അപ്പോൾ അത് ഈ മുഖ്യമന്ത്രിയിൽ ആര് പറഞ്ഞാലും ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ പോരാട്ട വീര്യത്തോടുകൂടി ലേബർ മേഖലയിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും അതിന്റെ ഭാഗമായിട്ട് ഇടപെടാനും നല്ല ശേഷി കേരളത്തിലുണ്ട്. ഏത് നിയമമായാലും, ആര് പാസ്സാക്കിയ നിയമമായാലും, പാസ്സാക്കാത്ത നിയമമുണ്ട്. അടിയന്തരാവസ്ഥ നിയമം പാസ്സാക്കിയ തന്നെയല്ലേ, അതിനെ അതിജീവിച്ചിട്ടില്ലേ കേരളം ഉൾപ്പെടെ മുമ്പോട്ടേക്ക് പോയത്? അവിടെ നിയമം പാസ്സാക്കിയതുകൊണ്ട് മാത്രം കേരളം അത് അംഗീകരിച്ചു കൊടുക്കുന്നൊന്നുമില്ല. അതാണല്ലോ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതല്ലേ നമ്മൾ കർഷക സമരത്ത് കണ്ടത്. 3 നിയമല്ലേ അത് അടിച്ച് അവസാനിപ്പിച്ചത്. സംഘടിത പ്രസ്ഥാനത്തിന് മുമ്പിൽ കീഴടങ്ങിയില്ലേ BJP ഗവൺമെന്റ്? 3 നിയമം പാസ്സാക്കിയിരുന്നു. ആ 3 നിയമം കൊണ്ടെന്ന് വെച്ചില്ലേ? പിന്നെ എന്താ സംശയം? ട്രേഡ് യൂണിയൻ ചർച്ചയ്ക്ക് വിളിച്ചാൽ എന്താ പോകേണ്ടിരിക്കേണ്ട കാര്യം എന്താ ഉള്ളത്? അവർക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് അവർക്ക് പറയാലോ. അവരെന്തൊക്കെയാണ് അവരുടെ ഡിമാൻഡ് എന്താണെന്ന് പറയാം. അവരുടെ മേലെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ ഞങ്ങളത് അതിന് വിധേയപ്പെടില്ല എന്ന് പറയാം. അതൊക്കെ പറയാൻ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾക്ക് അവകാശമുണ്ടല്ലോ. ഇപ്പം മുഖ്യമന്ത്രി ഒരു യോഗം വിളിച്ചു ചേർത്താൽ നമ്മൾ പങ്കെടുക്കില്ല എന്ന് പറയേണ്ട കാര്യം ഒരു പ്രസ്ഥാനത്തിനില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ആരും വിളിച്ചു ഇപ്പം കുട്ടികളുടെ യോഗം വിളിച്ചു ചേർത്തപ്പോൾ പോയല്ലോ, കുട്ടികൾ പോയല്ലോ, അപ്പോൾ പോയിട്ടുണ്ട്. LDFന്റെ യോഗം ഞങ്ങൾ ചേരുന്ന സമയത്തെല്ലാം ചേർന്നോളൂ. ഇന്നിപ്പം LDFന്റെ സമരം നടന്നത്. ഇനി യോഗം ചേരാതിനെപ്പറ്റി വലിയ ഇത്ര ഉൾക്കണ്ട, ഒരു ഉൾക്കണ്ടയും വേണ്ട. ഞങ്ങളിപ്പോൾ അടുത്ത് ഞങ്ങൾ ചേരും. അത് ഞങ്ങൾ ഓരോരോ പാർട്ടിയോട് നടത്താനാണ് പറഞ്ഞത്. യോഗമെല്ലാം ചേർന്നു. അതിനുശേഷം പിന്നെ 4 പ്രാവശ്യം ചേരണം. നിങ്ങളാണോ വിധിക്കുന്നത് എത്ര യോഗം ചേരണം? LDFന്റെ യോഗം ഇത്ര യോഗം ചേരണം എന്ന് നിങ്ങൾക്ക് എന്താണ് പറയാൻ പറ്റുമെന്ന് ഞങ്ങൾ റിവ്യൂ നടത്തും. പോരെ? എല്ലാ അർത്ഥത്തിലും LDF ഒറ്റക്കെട്ടായിട്ട് മുമ്പോട്ടേക്ക് പോകും. അതിൽ വിള്ളലുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ നടത്തുന്ന ഒരു ശ്രമവും ഈശുന്നതല്ല. വരാൻ പറഞ്ഞു. ഞങ്ങളിപ്പോ പൂർത്തിയായിട്ടില്ലല്ലോ. സെൻട്രൽ കമ്മിറ്റിന്റെ വിശദീകരണം പൂർത്തി വന്നിട്ടില്ലേ ഉള്ളൂ. ഇനിയിപ്പോ വിളിക്കും. ഇനി എല്ലാം പൂർത്തിയായി അപ്പോൾ വിളിക്കും. ഇനിയും വിളിക്കും. ഇപ്പോൾ വിളിക്കും. ഇമ്മാസം തന്നെ വിളിക്കും. ഡേറ്റ് ഞാൻ പറയാം. അതിൽ LDF കൺവീനറോട് ചോദിച്ചാൽ മതി. ഇമ്മാസം എന്നല്ല, അടുത്ത മാസം ആദ്യം തന്നെ വിളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പോരെ? അല്ല, യോഗം നമ്മൾ വിളിക്കാന്ന്. അതുകൊണ്ട് തർക്കത്തിന്റെ പ്രശ്നം നമുക്കൊരു തർക്കമില്ല. ആയിക്കോട്ടെ.
ഈ എൻസിപിയില് ആര് നമ്മുടെ പി.സി. ചാക്കോ പക്ഷമാണോ ശശീന്ദ്ര പക്ഷമാണോ ആരെയാണ് LDF പരിഗണിക്കുന്നത്? നോക്കാം, 2 വർഷമുണ്ട്. നമ്മളിപ്പോൾ ഒരു വർഷത്തിന് ഒന്നിനെ ഒഴിവാക്കുന്നില്ലല്ലോ. നമുക്ക് ചർച്ച ചെയ്തിട്ട് തീരുമാനിക്കേണ്ട കാര്യമല്ല. രണ്ടുപേരും സമീപിച്ചിട്ടുണ്ടോ? രണ്ടുപേരും സമീപിച്ചിട്ടുണ്ട്.